മീനു, ആ ദേവി ഇവിടെ കാണുന്നില്ല. അല്ലേലും പരീക്ഷയുടെ തലേന്നാണല്ലോ അവളുടെ തലയ്ക്ക് ചൂട് പിടിക്കുക. അവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ല മീനു, അവൾ ഇവിടെയെങ്ങും ഇല്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പഠിച്ചെഴുതി ജയിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന് ആ പ്രിൻസിപ്പലിന്റെ മുറി കയറി ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റില്ല ഇനി ഒരു വഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അയ്യോ, അവൾ പറഞ്ഞത് ചെയ്യും മീനു. ഈശ്വര, അതെങ്ങനെ പിടിച്ചാ കഴിഞ്ഞു. അയ്യോ, അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോവാം മീനു. ഓഹോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്നാണല്ലേ? ആ, മൂന്ന് നടക്കേ. ചാക്കോ, ആ ദേവിയുടെ കൂട്ടാ സിമി മീനാക്ഷി ഇത്രയ്ക്ക് ചീത്തയാക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടാകാം, പക്ഷെ ഏത് വിധിക്ക് ഒരു അപ്പീലില്ലേ? മേഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെങ്ങോട്ട് പോകും? അങ്കിൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. ചാക്കോച്ച് പോയി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കേ. നാണക്കേട് കൊണ്ട് അവര് വല്ല എന്താളായി കാണിച്ചത്? ആള് ക്ലോസായി. ഇനി എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി കത്തിക്കാം. സിമി ഫ്രണ്ട്സ് ഇന്നോട് വന്ന ഇല്ല, ഇതിങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, എന്തായടാ, കണ്ടോവരെ? ഇല്ലേ, ഇതുവരെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദേവിയുടെ കയ്യിൽ സെല്ലുണ്ട്, പക്ഷെ കുട്ടി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ അപ്പോ വിളിക്കണം. ഓക്കെ? ഷോയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോടും. വെള്ളം അടിച്ചോർത്തമാര് വരും. ആഹാ, ഇനിയുണ്ട് ഫസ്റ്റ്. അതെ, ഒന്ന് വേഗം ഇറങ്ങി തന്നെ, എന്നിട്ട് വേണം എനിക്ക് വായ അടച്ച വീട്ടിൽ പോയി. ഇതൊന്ന് ചോദിക്കാൻ നമുക്ക് പോവാം. എങ്ങോട്ട്? വേറെ എവിടേക്ക് പോകാനില്ലാത്തോണ്ടല്ലേ ഈ സിനിമ 4 പ്രാവശ്യം കണ്ടത്. ഇനിയിപ്പോ ഷോ ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് നേരെ പഠിപ്പിക്കാം. മീനു, പോവാം. എവിടേക്കാ പോണേന്ന് അറിയാതെ ഞാൻ ഇവിടെ എഴുന്നേക്കില്ല. മീനു, പ്ലീസ് മീനു. എവിടേക്കാന്ന് അറിഞ്ഞാലേ താൻ എഴുന്നേൽക്കും അല്ലേ? എന്നാ കേട്ടോ, നമുക്ക് കിടക്കാൻ MG റോഡുണ്ട്, അല്ലെങ്കിൽ ബാനർജി റോഡുണ്ട്. ഇതിലേത് വേണമെങ്കിലും തനിക്ക് സെലക്ട് ചെയ്യാം. മീനു, വാ മീനു, പ്ലീസ്. എന്താ സൂര്യപുത്രിമാരാ? അല്ല, പൂലൻ ദേവിമാരാ. എന്താ അറിയണോ തനിക്ക്? വേണ്ട, ബ്ലഡി ഫൂൾ.
ഇവന് കപ്പ ചുട്ട മറുപടി കൊടുക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നേ? പിന്നെ അവന്റെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങളെ നിന്റെ ഓരോ എടുത്തുചാട്ടം കൊണ്ട് അയ്യോ ദേ ചാക്കോച്ചൻ. അപ്പൻ വെറുതെ അല്ല ലോ കോളേജിൽ പഠിക്കുന്ന എന്നെ തന്നെ മോക്ക് കല്യാണം ആലോചിച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീൽ വേണമല്ലോ. നാണമില്ലല്ലോ മൂന്നെണ്ണത്തിനും. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എന്തോ ചാക്കോച്ച, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാളുടെ സഹായം ആവശ്യമില്ല. നടക്ക നടക്കണി. എല്ലാവരും വന്നോളൂ. അവക്ക് ജീവനുണ്ട്. നീ ഒഴിക്കടാ. ചേട്ടാ 3 ബുൾസൈയും കൂടി. കുറെ ആയല്ലോ. ഇതെന്താ ഇനി കഴിക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിക്കുന്നേ. എടി നിനക്ക് എന്തിന്റെ സുഖം? നീ എന്താ എല്ലാവരോടും ഇങ്ങനെ? മോളെ, നമുക്ക് നേരം വെളുപ്പിക്കണ്ടേ? ചേട്ടന് കച്ചവടം നടക്കും, നമുക്ക് ഇവിടെ രാപ്പാർക്കും ചെയ്യാം. ഈ തല മഞ്ഞ ഒള്ളിക്കല്ലേ? ഓ ജിത്തുല മണപ്പിച്ച് വരിക. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവനിന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ ഇങ്ങോട്ട് തന്നെയാ വരുന്ന മുട്ടാൻ. ഒറ്റയ്ക്കാണെങ്കിൽ ജിത്തു കമ്പനി തരാം. മൈൻഡ് യുവർ വേർഡ്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ നടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും. നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. വിടടാ. ഓ മോളെ വിടടാ. എന്താ ഇന്നവളുടെ അവസാനത്തെ രാത്രിയാ. അവനിട്ട് ഒന്നുകൂടി കൊടുക്കേണ്ടതായിരുന്നു. അവനത് ആവശ്യമായിരുന്നു. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇതായിരിക്കും അടുത്ത പ്രശ്നം. പിന്നെ അവൻ കൈ കയറി പിടിച്ചപ്പോ ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? നീ പറ. നീ ഒരുത്തി കാരണോ ആ ചാക്കോയുടെ കൂടെ പോ. നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? വാ. മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. ഏയ് ചാക്കോച്ചൻ, മറ്റാരും അനാഥരാക്കിയതല്ലോ. കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അങ്ങോട്ട് പോവാം. വാ പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ, ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? പൊയ്ക്കോ. ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ, ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലയ്ക്ക് നിർത്തിയിരിക്കുന്നത്. ആള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ? ഓ
ഡോർ തനിയെ തുറന്നു. ചേട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ദേവി, അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടല്ലോ. ഡോക്ടർ. ഡോക്ടർ, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം തമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ ഡോക്ടറുടെ കസിനാ. അവൻ വിളിച്ചു പറഞ്ഞതാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. വാ. തിരസ്കരിക്കപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട 3 പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യാവില്ല. പ്രവചനം വേണ്ട. ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരു ആത്മാവിന് മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം. കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ, നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, നിന്നോട് പ്രത്യേകിച്ച്. ഇതിന് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, സത്യമായിട്ടും. നിന്റെ ചാക്കോ ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലും ആയിരുന്നു. പിന്നല്ല. മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പ് കൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷി അമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ, പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയം. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കള കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര, എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ. ആരാ ദേവി? ഓ, ഇതാ ലക്ഷ്മിയാ. ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹർ. അതെ, കിടക്കല്ലേ? ഞാനും മീനു, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വായിക്കാൻ പോവാ. കിടക്കുന്നില്ല? ഇല്ല. ഓക്കേ.
എന്താ അത്? മീനു എവിടെ? കാണുന്നില്ലല്ലോ. വാ നോക്കാം. മീനു, മീനു, മീനു. മീനു, എന്താ മീനു? എന്ത് പറ്റി? ഇതെന്താ? അത് ഓജോ ബോർഡാ. ഓജോ ബോർഡോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കടക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? വേഗം പോയി മുറിന്ന് വാരങ്ങ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്താഴത്തിൽ അച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. എന്താ ദേവി? ഏയ് മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. ഒന്ന് വേഗം. അങ്ങോട്ടൊന്ന് പോണ്ടേ മീനു? മീനു നിൽക്കും. മീനു, ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടതേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണാൻ, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നില്ല. ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ഏയ്, ചായ 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 റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ. നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കെ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം?
അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്നാ അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. വെറുതെ അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി. ഈ ഓജി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ? ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ള സാരിയൊക്കെ കൊടുത്ത് പുതുമഴയായി ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്, മനസ്സിലായി. എന്നെ കൂടി വാ, അത് നടക്കടി.